ഒരു പുഴ ഒഴുകി വരുന്നത് പോലെ ജനം ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വലിയ അർത്ഥത്തിലുള്ള പൊതുദർശനം നിശ്ചയിച്ചിരുന്നില്ല. റിക്രിയേഷണൽ ഗ്രൗണ്ടിലാണ് വലിയ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം പാർട്ടി DC ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കായിട്ടും. പക്ഷേ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് 9 മണിക്ക് ഇവിടുന്ന് പാർട്ടി DC ഓഫീസിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ക്രമീകരണം. പക്ഷേ ഇവിടെ ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ജനങ്ങൾ വെറുതെ വരികയല്ല, തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് കണ്ണ് നനച്ച് BS-നെ കണ്ടിട്ടേ ഞങ്ങൾ പോകൂ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമുക്കത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ ആ വൈകാരികത അതിൻ്റെ പാരമ്യത്തിലാണ്. അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പരമാവധി ക്രമീകരണങ്ങൾ നടത്താൻ പാർട്ടി പരിശ്രമിക്കുന്നുണ്ട്. റെഡ് വോളണ്ടിയർമാർ പരമാവധി ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത് ജനങ്ങൾ കുതിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വേള 1:30 എടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. 2 മണി നിശ്ചയിച്ചു, അതിനും കഴിയുന്നില്ല. കാരണം അത്രയധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അനൗൺസ് ചെയ്തിരുന്നു റിക്രിയേഷണൽ ഗ്രൗണ്ടിലോ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലോ പൊതുദർശനം സാധിക്കുന്ന ആളുകൾ അങ്ങോട്ട് പോകുന്നത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ സമയം പാലിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം നിരന്തരമായി പറയുന്നുണ്ട്. ഇപ്പോൾ റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്ക് പോകണം. ഇനി കാണാൻ ബാക്കിയുള്ള ആളുകൾ റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്ക് എങ്ങനെയാണ് ഈ ഒരു അണ മുറിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടെ നിന്ന് മൃതദേഹം മാറ്റുക? അഭിലാഷ്, ഇത്രയേറെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ, ഇത്രയധികം നേരം കാത്തുനിന്ന മനുഷ്യരല്ലേ, എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക? അതായത് ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾ റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്ക് പോകും. അവിടെ പാർക്കിംഗ് സൗകര്യം അടക്കമുണ്ട് എന്നതടക്കം പറയുന്നുണ്ട്. ചില ആളുകൾ മതില് ചാടി പോലും ഈ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നുണ്ട്. അതൊരു വൈകാരിക പ്രശ്നമാണ്. അപ്പോൾ ഇത് CPIM നേതൃത്വം, ഇവിടുത്തെ ജില്ലാ നേതൃത്വം പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയുമാണ്. എങ്ങനെയാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം എല്ലാ സൗകര്യങ്ങളും അവിടെ സജ്ജമാണ്. അതിനുകൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എച്ച്തലാം അടക്കമുള്ളവർ അവിടെ മൈക്കിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. എങ്ങനെയെങ്കിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്, ആളുകൾ സഹകരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ തിരക്കിൽ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ മധുര ചാടിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും VS ഇരിക്കുന്ന ഇടത്തേക്കൊന്ന് വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, കൗമാര പ്രായത്തിലുള്ള ആളുകളുണ്ട്, ഏറെ പ്രായമായവരുണ്ട്. അവരെല്ലാവരും ഈ തിരക്കിന്റെയും നമുക്കറിയാവുന്നതാണ്. സാധാരണഗതിയിൽ CPM-ന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് അച്ചടക്കത്തോടു കൂടി മാത്രം നടക്കുന്ന പരിപാടികളാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഒരു അച്ചടക്കത്തിനോ ഒരു നിയന്ത്രണത്തിനോ സാധ്യമല്ലാത്ത വിധം VS-നെ ഒരിക്കൽ കൂടി കാണുക എന്ന അത്യാഭിലാഷം കൊണ്ട് അവിടേക്ക് വരുന്ന മനുഷ്യരാണ്. അവർ മണിക്കൂറുകളായി അവിടെ നിൽക്കുകയാണ്. ദൂരങ്ങളിൽ നിന്ന് വന്ന് ദൂരെ നിൽക്കുകയാണ്.